ശ്രീ കെ.യു. ജനീഷ് കുമാർ. സർ, ആദരണീയനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ശബരിമലയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി 30 കോടിയും ക്ലീൻ പമ്പ പദ്ധതിക്ക് 30 കോടി രൂപയും അനുബന്ധ റോഡുകളുടെ വികസനത്തിന് വേണ്ടി 15 കോടി രൂപയും അനുവദിച്ചിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു തുക കാണുന്നില്ല. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ വരും വർഷങ്ങളിൽ മുൻകൂട്ടി കണ്ട് ഇടത്താവളങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പ് വർഷം ബഡ്ജറ്റിൽ തുക വല്ലതും വകയിരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയാണെന്ന് വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സർ, കഴിഞ്ഞ തവണ വരുത്തിയ ബഡ്ജറ്റ് തുകയിൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ദേവസ്വം ബോർഡുകൾക്ക് അനുവദിച്ച ബഡ്ജറ്റ് തുക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രതിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ അഭിഭാഷകനായി നിയമിച്ചിരുന്നു. നിയമനം അഡ്വക്കേറ്റ് ജനറലിന്റെ ശുപാർശ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങയുടെയോ ദേവസ്വം ബോർഡിന്റെയോ ശുപാർശ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു? മിനിസ്റ്റർ. ഇങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചതായി ആരോപണം വന്നപ്പോൾ സാർ, ഈ നിയമിക്കപ്പെട്ട വക്കീലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അധ്യാപകനായിരുന്നു, ഒരു വക്കീലായിരുന്നു. സ്വാഭാവികമായിട്ടും സാർ ഒരു കേസിന്റെ വരുമ്പോൾ ഒരു വക്കീലിനെ സ്വാഭാവികമായിട്ട് ഏൽപ്പിക്കാറുണ്ട്. സാധാരണ സാർ, ക്രിമിനൽ കേസുകളിലെ വക്കീൽമാർ പലരും പല കേസുകളിലും കേസ് ഏറ്റെടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരു പർട്ടിക്കുലർ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുമ്പോൾ ആ വക്കീൽ അതിനോട് നീതി പുലർത്തുമെന്നുള്ളത് കൊണ്ടാണ് ഈ നിയമനം സർക്കാർ നടത്തിയതെങ്കിലും വിവാദമായ സ്ഥിതിക്ക് അദ്ദേഹം സ്വയം രാജിവെച്ചു പോയി.